Hello friends, welcome to Shana's Recipes. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ചട്ടിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു പഴയ കാല രുചി ഓർമ്മപ്പെടുത്തുന്ന ഒരു ചട്ടിച്ചോറാണിത്. അത് മാത്രമല്ല ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചട്ടിച്ചോറാണിത്. അതുപോലെ തന്നെ ഇതിൽ ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 കറികളും അതിൻ്റെ കൂടെ ചോറും കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിന്നൊരു കംപ്ലീറ്റ് മീൽ പോലെയാണ് ചെയ്യുന്നത്. അതായത് ചോറും അതിൻ്റെ കൂടെയുള്ള എല്ലാ കറികളും കൂടി ഞാനിതിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് സെപ്പറേറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ലൊരു പഴയ രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ചട്ടിച്ചോറ് റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുക്കിംഗ് അറിയാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബേസിക് കാര്യങ്ങൾ മുതൽ ഞാനിതിൽ ഉൾപ്പെടുത്തി കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകളും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നല്ല രുചിയിലുള്ള ഈ ചട്ടിച്ചോറ് റെഡിയാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറ് വെക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. കാരണം കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ടിപ്സൊക്കെ പറയണം എന്ന്. അപ്പോൾ ചോറ് ഞാൻ ഇതുപോലുള്ള ഒരു വലിയ കലത്തിലാണ് വെക്കാറ്. അതിൽ എപ്പോഴും കുറച്ച് വെള്ളം കൂടുതൽ വെക്കുക. കുറച്ച് വെള്ളത്തിൽ വെക്കാൻ പാടില്ല. നമ്മൾ എത്ര കുറച്ച് അരിയാണ് എടുക്കുന്നതെങ്കിലും കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറിലുള്ള സ്റ്റാർച്ചൊക്കെ കുറച്ച് കുറവായി കിട്ടും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ഓർക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടരിയാണ് കേട്ടോ. അപ്പോൾ മട്ടരിയാണ് കുറച്ചും കൂടി നമ്മുടെ ഈ ചട്ടിച്ചോറിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അത് മാത്രമല്ല മട്ടരിയിലാണ് കുറച്ച് തവിട് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ആഹാരത്തിൽ തവിട് കൂടിയ അരി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് കുറേ ആൾക്കാർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം കുറേ പേർക്ക് നമ്മുടെ അരിക്ക് എത്ര വേവ് ഉണ്ട് എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഈ അരിയുടെ വേവ് നമുക്കിങ്ങനെ ഇത് കഴുകുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കഴുകുന്ന സമയത്ത് ഇതിൽ നല്ലൊരു ഹാർഡായിട്ടാണ് വാട്ടർ, അതായത് നല്ല കനത്തിലാണ് ആ കഴുകുന്ന വാട്ടർ വരുന്നതെങ്കിൽ നമുക്ക് ആ അരിക്ക് കുറച്ച് കൂടുതൽ വേവുണ്ടെന്ന് പറയാൻ പറ്റും. അതേസമയം ചില അരികൾ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ആ അരിക്ക് തീരെ വേവ് ഉണ്ടാവില്ല, വളരെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അരിയുടെ വേവ് മനസ്സിലാക്കുക. ഇതിപ്പോൾ ഞാൻ കഴുകുമ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള വാട്ടറാണ്. നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഒരു പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഹാർഡ് വാട്ടറാണ്. അത് അതിൽ കുറേ സ്റ്റാർച്ച് ഉണ്ടാവും. പിന്നെ ഇവർ പ്രോസസ്സ് ചെയ്ത് വരുന്ന അരി ആയതുകൊണ്ട് അതിൻ്റെ കണ്ടൻസ് ഒക്കെ ഉണ്ടാവും. അത് കൂടാതെ തന്നെ കുറച്ച് നല്ല ഹാർഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അരിക്ക് കുറച്ച് വേവ് കൂടുതലായിരിക്കും കേട്ടോ. ഇതിപ്പോൾ സയൻറ്റിഫിക്കലി ഇത് എത്ര കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്യുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഉറപ്പായിട്ടും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അരിക്ക് എത്ര വേവ് ഉണ്ട്, എത്ര വേവ് കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഉമ്മച്ചിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ടിപ്പ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളം നന്നായി ചൂടായി വരുന്നുണ്ട്. ഏകദേശം തിളയ്ക്കാറാവുന്ന സമയത്ത് വേണം അരി ഇട്ട് കൊടുക്കാൻ, അല്ലാതെ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. അതുപോലെ അരി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ എടുക്കണം, എന്നാലേ നമ്മുടെ സ്റ്റാർച്ചൊക്കെ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാൽ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഏകദേശം ഇത്രയും ഒരു വേവ് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടാതെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം ഞാനൊരു 5 മിനിറ്റ് കൂടി ഇതുപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ ഒരു 5 മിനിറ്റും കൂടി തിളച്ച് ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക. അപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ അരി റെഡി ആയിട്ട് വരും. സാധാരണ ഓവർനൈറ്റൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ അരി റെഡിയായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറികളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു മുളക് വറ്റിച്ചതാണ്. മുളകും ഉള്ളി കൂടി വറ്റിച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയല്ല, എന്നാലും അതിനേക്കാട്ടിലും ടേസ്റ്റാണ്. ഒരു പഴയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല എളുപ്പമാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് മുളകാണ്. അപ്പോൾ പച്ചമുളകാണ്, ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അത് ഏകദേശം ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുക, കാരണം അതിലേക്കൊന്ന് പുളിയും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ഏകദേശം ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് അരിയൊന്നും വേണ്ട, ഇതേപടി തന്നെയാണ് നമ്മൾ ഇട്ട് വറ്റിക്കാൻ പോകുന്നത്.
ഇനി ഞാൻ ഇത്രയും അളവിലാണ് പുളി എടുത്തിട്ടുള്ളത്. ഒരു കട്ടപ്പുളി, വാളംപുളിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ്. നമ്മൾ പച്ചമുളക് സൂക്ഷിക്കുമ്പോൾ എപ്പോഴും പച്ചമുളകിനെ ഞെട്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ പച്ചമുളക് കേടുകൂടാതെ നമുക്ക് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിലെടുത്താണ് വെക്കേണ്ടത്. അതുപോലെ ഈ ഞെട്ട് കളയണം എന്നുള്ളത് നിർബന്ധമാണ്. ഞെട്ട് കളഞ്ഞ് വെച്ചാൽ നമുക്ക് കുറേ നാൾ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 1 മന്തായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇത് ചീത്തായിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു 6-7 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഉള്ളി വറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പുളിയും ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പുളി നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ചധികം വെള്ളത്തിൽ. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം നമുക്ക് ആ പുളി വെള്ളം അതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പുളി അരിച്ചു മാറ്റിയിട്ട് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വരഞ്ഞ് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം. അതോടുകൂടി തന്നെ നമുക്ക് ഉള്ളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അതായത് ഈ വെള്ളം വറ്റുന്നവരെ വേവിച്ചാൽ മതി. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ വെള്ളം വറ്റിക്കിട്ടും. ഓരോരുത്തരുടെ ഫ്ലെയിം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചട്ടിച്ചോറിൻ്റെ കൂടെ ഇത് അടിപൊളി കോമ്പിനേഷനാണ്. അല്ലാതെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള തക്കാളി മോരുകറിയാണ്. ഇതും വളരെ എളുപ്പമാണ്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ തക്കാളി മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതും ഞാൻ ഈ ചട്ടിച്ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ്. ഒരു മീഡിയം പുളിയുള്ള തൈര് എടുക്കാം. തൈരൊന്ന് നന്നായിട്ട് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കുക. കാരണം കട്ടയൊന്നും ഇല്ലാതെ തൈരൊന്ന് അടിച്ചെടുക്കണം. പിന്നെ തൈര് നമ്മൾ കുക്കൊന്നും ചെയ്യണില്ല, നമ്മൾ കുക്ക് ചെയ്തിട്ട് തൈരിലേക്ക് ഇടുകയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇത് കട്ടയൊന്നും ഇല്ലാതെ എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ അളവിന് എടുക്കുക. എനിക്ക് അധികം വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമല്ല ഈ കറിക്ക്, അതുകൊണ്ടാണ് ഞാൻ 3 അല്ലി വെളുത്തുള്ളി എടുത്തത്. ഇനി വെളുത്തുള്ളി ടേസ്റ്റ് മുന്തി നിൽക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പഴുത്ത തക്കാളിയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ പുളിയൊന്ന് ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. വെളുത്തുള്ളി ചിലർ ഈ മോരിൻ്റെ കൂടെ അടിച്ചെടുക്കുന്നത് ചേർത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു പച്ച ചൊവയായിരിക്കും. ചിലർക്ക് ആ ചൊവ ഇഷ്ടമാണ്. ഇപ്പോൾ അങ്ങനെ അല്ലാത്തവർ ഇതുപോലെ ഇട്ടാൽ മതി. പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്തായാലും ഇടണം. ഇനി അതിൻ്റെ കൂടെ ഈ തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മോര് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, ഏകദേശം ഒരു ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. തക്കാളി ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട, പക്ഷേ തക്കാളി ഒന്ന് വെന്ത് വരണം. ഒരുപാടങ്ങ് ഉടഞ്ഞു പോയാലും കൊള്ളില്ല. ഏകദേശം ഈ ഒരു പരുവം വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും, വളരെ കുറച്ചേ ഉള്ളൂ. തൈരിന് അധികം പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ച് ഉപ്പിടുക. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തീയുടെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഇതിൽ കിടന്നിട്ടാണ് ആ തൈരുമായിട്ടൊന്ന് മിക്സ് ആവേണ്ടത്. കാരണം തൈര് കുക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ തരിതരിയായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ആ ഒരു തൈരിൻ്റെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിൻ്റെ ചൂട് കൊണ്ട്. അതുപോലെ തന്നെ തക്കാളിയുടെ ഒരു പുളിയും തൈരിൻ്റെ പുളിയും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ചട്ടിച്ചോറിനൂടെ ഇതൊരു അസൽ കോമ്പിനേഷനാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇതിലേക്ക് ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. ആകെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും സെപ്പറേറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ തന്നെ ഇത് ഒരുപാട് വെള്ളം പോലെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല.
ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു അടിപൊളി ചാള പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാള പൊള്ളിച്ചതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് ചെയ്യാൻ പറ്റണതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇത് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ നല്ല എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചാള പൊള്ളിച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചാളയാണ്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള നല്ല ഫ്രഷ് ചാളയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സവാള നല്ല ചെറുതായിട്ട് വേണം അരിയാനായിട്ട്, നല്ല നേർപ്പിച്ച് അരിഞ്ഞെടുക്കുക. ഇനി അതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും വേണം, പിന്നെ ക്രഷ്ഡ് ചില്ലി, ഇടിച്ച മുളകും വേണം. നമ്മുടെ ഈ ചാള പൊള്ളിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വരുന്നത് ഈ ഇടിച്ച മുളക് ഇടുമ്പോഴാണ്. ചാള ഇടിച്ച മുളകിട്ട് പൊള്ളിച്ചതെന്ന് തന്നെയാണ് നമ്മളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇടിച്ച മുളകിട്ട ചാള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിച്ചോറിന് ഇത് നല്ല ആണ്, നല്ല ടേസ്റ്റിയാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള മൺചട്ടിയിൽ തന്നെയാണ് ഞാൻ ചാള പൊള്ളിച്ചെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അളവനുസരിച്ച് മാറ്റം വരുത്തുക. അതിലേക്ക് ഞാൻ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് നല്ല ഇടിച്ച മുളകിൻ്റെ ചുവയും അതുപോലെ തന്നെ കുറേ സവാള ഇടുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്, സവാള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സവാള നല്ല പോലെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. സവാള ഒന്ന് കുഴഞ്ഞ് കിട്ടുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി, ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ഇടിച്ച മുളക് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇട്ട് കൊടുത്ത മുളക് പൊടി എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് എരിവ് നോക്കിയിട്ട് ഇടുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് നല്ല പോലെ ഒന്ന് ഇതിലേക്കൊന്ന് പിടിച്ച് ആ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ചാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ചാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഈ ചാള ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന തരത്തിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ചാളക്കൊക്കെ വേവ് കുറവാണല്ലോ. അപ്പോൾ ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. എപ്പോഴും മീനൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതിൽ ഫുൾ വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. മുഴുവൻ വെള്ളത്തിൽ കിടന്നിട്ട് ആ ചാള വെന്തിട്ട് അതുപോലെ ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ്. ഇതുപോലെ പൊള്ളിക്കാൻ നല്ല എളുപ്പമല്ലേ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീൻ പൊരിച്ചതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ മീൻ പൊരിച്ചതിന് മസാല പുരട്ടുന്നത് ഞാൻ കാണിക്കുന്നില്ല, നേരത്തെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ടിപ്പാണ് കേട്ടോ. നമ്മളെപ്പോഴും മീൻ പൊരിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുരട്ടിയിട്ട് ഒരിക്കലും ഫ്രിഡ്ജിൽ പുറത്ത് വെക്കാൻ പാടില്ല, ഫ്രീസറിനകത്ത് വെക്കണം. എന്നിട്ട് പൊരിക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് നമുക്ക് ഇത് പൊരിക്കാവുന്നതാണ്. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതേപടി എടുത്തിട്ട് നമുക്ക് ഒന്ന് അതിൻ്റെ തണുപ്പൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക. എപ്പോഴും അടച്ച് വേണം വെക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഒരു സാധനങ്ങളും ഫ്രിഡ്ജിൽ തുറന്ന് വെക്കാൻ പാടില്ല. എപ്പോഴും നല്ലപോലെ അടച്ച് വെക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ ഇഞ്ചി പച്ചമുളകൊന്നും ചേർക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു വെള്ളം ഊറിയിരിക്കും. അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ മീൻ കൂടി നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിക്കണത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിച്ചോറൊന്ന് സെറ്റ് ചെയ്യണം. ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചട്ടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണം. ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ചട്ടിയിലേക്ക് നമുക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം. ഇത് ഓൾറെഡി ഞാൻ ഒന്ന് വാട്ടിയെടുത്ത വാഴയിലയാണ്, അതിലേക്ക് വെച്ച് കൊടുക്കുക.
ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ചട്ടിയും അതുപോലെ വാഴയിലയും നന്നായിട്ടൊരു കരിഞ്ഞ മണം വരും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചോറ് ആദ്യം ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്, അല്ലാതെ വെറുതെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ചൂടായ ഇരിക്കുന്ന ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം, അത് ഓഫ് ചെയ്യാൻ പാടില്ല. അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറികളൊക്കെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ പൊള്ളിച്ചതും അതിൻ്റെ മസാലയും കുറച്ച് മീനും കൂടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോരുകറിയും അതുപോലെ നമ്മുടെ മുളക് വറ്റിച്ചതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീൻ വറുത്തത് കൂടി വെക്കുന്നുണ്ട്. മീൻ വറുത്തതില്ലാതെ ഒരു ചട്ടിച്ചോറ് കംപ്ലീറ്റ് ആവില്ല. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം ഞാൻ മുളക് വറ്റിച്ചതും കൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇല കൂടി ഇതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒരു ചൂട് കയറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഒരു ഇല കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക, നന്നായിട്ട് ടൈറ്റായിട്ടുള്ള ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ ഇലയുടെ അടിയിലുള്ള ഇലയുടെയും മുകളിലുള്ള ഇലയുടെയും കൂടി ഒരു മണവും അതുപോലെ ആ ചട്ടിയുടെ ഒരു ഇതെല്ലാം കൂടി ചേർന്നിട്ട് ചട്ടിച്ചോറ് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഇതായിട്ട് കിട്ടും. അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മണം വരും, അതുപോലെ തന്നെ നല്ല രുചിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ റെസിപ്പീസും വളരെ സിമ്പിളാണെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു കോമ്പിനേഷനിൽ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പീസിൻ്റെ പിക്കൊക്കെ എനിക്ക് അയച്ചു തരിക, അതുപോലെ തന്നെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്